എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ. ഇതിൻ്റെ മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ: ഒരു ചെറിയ കഷ്ണം ചേന ഇതുപോലെ കഴുകി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്, ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടത് പച്ച ഏത്തക്കയാണ്, അത് ഒരെണ്ണം ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് കടല നമ്മൾ വെള്ളത്തിൽ കുതിർത്തൊക്കെ ഇട്ട് കുക്കറിൽ 4-5 വിസിൽ കേൾപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. നന്നായിട്ട് വെന്തിരിക്കുന്ന കടലയാണിത്. ഇതുപോലെ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ കടലയ്ക്ക് വേകാൻ താമസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം അത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഈ 3 ഐറ്റംസും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കൂട്ടുകറി റെഡിയാകും. പക്ഷേ ഞാനൊരു ചെറിയ കഷ്ണം വെള്ളരിക്ക കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഇതിനകത്ത് നമുക്ക് ചേർക്കാം, അപ്പോഴും കുറച്ചുകൂടെ ടേസ്റ്റ് ആകും. പിന്നെ ഇതിനൊരു അരപ്പ് വേണം. അതിന് വേണ്ടി കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, 1/4 സ്പൂൺ നല്ല ജീരകം, 2-3 ചെറിയുള്ളി, ഒരു 3-4 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു പച്ചമുളക്. ഇതിനകത്ത് ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ആവശ്യമുള്ളവർ ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഗ്യാസ് ഐറ്റംസ് ഒക്കെയാണ് ഈ കടലയും ചേനയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു 3-4 വെളുത്തുള്ളി ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടാണ് ബാക്കി ഈ സാധനങ്ങൾ വേവിക്കാൻ പോകുന്നത്. പിന്നെ വറുത്തിടാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം. അത് ഈ അരപ്പിന് അടുത്ത് തന്നെ തേങ്ങ നമ്മൾ വറുത്തിടാനും എടുത്തിട്ടുണ്ട്. അത്രയും തേങ്ങയൊക്കെ വറുത്തിടുമ്പോഴാണ് നമ്മുടെ കൂട്ടുകറി അടിപൊളിയാകുന്നത്. പിന്നെ ഇതിനകത്ത് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വറ്റൽമുളകുണ്ട്. കൂടാതെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെയൊക്കെ വറുത്തിടുമ്പോഴാണ് നമ്മുടെ കൂട്ടുകറി സൂപ്പർ ടേസ്റ്റായി മാറുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം കുക്കറിലിട്ട് വേവിക്കാൻ നോക്കാം. പച്ചക്കറികളെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി. ഒരുപാട് മുളക് പൊടി ഞാൻ ഇടുന്നില്ല, കുറച്ച് മതി. ഇത്രയും മുളക് പൊടിയും കൂടെ ഇട്ട്, കാര്യം കുരുമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്, പച്ചമുളകും എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എരിവൊക്കെ ആവശ്യത്തിനാകും. അപ്പോൾ ഇനി ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചേനയൊക്കെ നല്ല ഫൈനായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കാണാം. തേങ്ങ ചതച്ചിവിടെ വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് കാണാം. സ്റ്റൗ കത്തിച്ച് ഒരു ഉരുളി ഞാൻ അടുപ്പിൽ വെച്ച്, ഉരുളി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുകൊക്കെ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ആ കൂടെ തന്നെ ഒരു 2 നുള്ള് നല്ല ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂക്കുമ്പോൾ നമുക്ക് തേങ്ങയും കൂടെ ഇടാം. ഉഴുന്നൊന്ന് മൂത്തപ്പോൾ ഞാൻ ചെറിയുള്ളി, വറ്റൽമുളക്, തിരുമ്മി വെച്ച തേങ്ങ, ഇത്രയും സാധനം ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് പൊരിഞ്ഞിട്ടൊക്കെ കാണാം. തേങ്ങാക്കൂട്ടൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത കൂട്ട് നമ്മൾ കൂട്ടുകറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം. കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട്. നമ്മുടെ ചെടിയെ വല്ലതും ഉണ്ടെങ്കിൽ ഒരിച്ചിരി എടുത്തിടണം ലാസ്റ്റ്. അപ്പോൾ ഇനി എടുത്തിട്ടൊക്കെ കാണാം. അങ്ങനെ നമ്മുടെ അടിപൊളി കൂട്ടുകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റുണ്ട്. തേങ്ങ ഉഴുന്നുമൊക്കെ വറുത്തിട്ടത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ ഓണത്തിനൊക്കെ വിളമ്പാൻ പറ്റിയൊരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ്. ഇതിനകത്ത് വെളുത്തുള്ളിയോ ചുമന്നുള്ളിയോ ഒക്കെ ചേർക്കേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കിയിട്ട് ബാക്കി സാധനങ്ങളിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഈ കൂട്ടുകറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കുമ്പോൾ നമ്മളിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.